ദാണ്ടെ ആന അവസാനം കണ്ടുപിടിച്ചു. ഹലോ, വെൽക്കം ടു തണുത്തുറഞ്ഞ ഇന്റർവ്യൂ. എന്തൊരു തണുപ്പ് അവിടെ, -ഡിഗ്രി പോലെ എനിക്ക് തോന്നുന്നത്. രാത്രി ഞാൻ ഒരു സ്വെറ്ററും 2 കമ്പിളി പോസ്റ്റും വെച്ചാടുന്നത്, എന്നിട്ടും ഒട്ടുക്കാത്ത തണുപ്പായിരുന്നു. അപ്പം വെൽക്കം ടു സ്മാർട്ട് സിസ്, വെൽക്കം ടു സെക്കൻഡ് വ്ലോഗ് ഓഫ് വയനാടൻ കാഴ്ച. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ 6:30 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ തണുപ്പെല്ലാം സഹിച്ച് ഒരു സ്ഥലത്ത് പോവുകയാണ്. ആ സ്ഥലം എന്താണെന്നും പിന്നെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും കാഴ്ചകളും നമ്മൾ എന്ത് കാണാനാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് ഞാൻ പറയാം, അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ അപ്പൊ നമ്മളിത് എവിടെ എത്തി? പുൽപ്പള്ളി റോഡിൽ നിന്ന് ബത്തേരിയിലോട്ടുള്ള റോഡിലോട്ട് കയറി. ഈ റോഡിനൊരു പ്രത്യേകത, എന്ത്, എത്ര കൊല്ലമായി? 22 കൊല്ലമായിട്ട് ഒരു കുഴപ്പമില്ലാത്ത റോഡാണ്. എന്ത്, രണ്ടാമത്തെ റബ്ബറൈസ്ഡ് റോഡാ കേരളത്തിലെ രണ്ടാമത്തെ റബ്ബറൈസ്ഡ് റോഡാണ്. അപ്പൊ നമ്മളിത് കാട്ടിലോട്ട് കയറുകയാണ്. സ്ഥലമാണ് ഇരുളം. ഇത്ര രാവിലെ വന്നതിന്റെ ഉദ്ദേശം മൃഗങ്ങളെ കാണാനാണ്. ഇവിടെ രാവിലെ മറ്റേ മാനും കടുവ രാവിലെ ഉണ്ടാവോ? മാനെ പിടിക്കാൻ ഇറങ്ങുവോ രാവിലെ? ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. പുള്ളിപ്പുലി, കടുവ, മാന്, ഇതിനെല്ലാം കാണാനായിട്ടാണ്, കാട്ടുപോത്ത്, ഇതിനെല്ലാം കാണാനാണ് നമ്മൾ നേരത്തെ രാവിലെ ഇറങ്ങിയത്. ഇതുണ്ട് ഏർമാടം. മൃഗങ്ങളുടെ ശല്യം, മൃഗങ്ങളെ നിരീക്ഷിക്കാനുള്ള ഏർമാടം. കാട്ടുപോത്തോ? ഇതാണ് അടിപൊളി റോഡ്, ബത്തേരി പെരിക്കല്ലൂർ റോഡ്. ഇവിടുന്ന് പണ്ട് ആനേനെ കണ്ടതെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നിനെയും കണ്ടിട്ടില്ല. ചിലപ്പം അച്ഛനെ ആന മിണ്ടാണ്ടിരി. എന്താ ഭാഗ്യമുണ്ട്, മിണ്ടാണ്ടിരുന്നാളെ. എന്തോരാ നമ്മൾ ഒരു കാട് കഴിഞ്ഞു, ബത്തേരിയിലോട്ട് കയറി. അപ്പൊ നമ്മൾ അടുത്ത കാട്ടിലോട്ട് കയറി. 6 മൈൽ കാട്. സ്ഥലം ഞങ്ങൾക്കുണ്ട്. താഴെ ഒരു കുളമുണ്ട്, ആന കുളിക്കുന്ന കുളം. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോയാ അവിടെ ആന കുളിക്കുന്നുണ്ടോ? രാവിലത്തെ മോർണിംഗ് ബാത്ത് ഉണ്ടാവോ? ഇഷ്ടം പോലെ പുള്ളിമാരുകൾ. നമ്മള് കുളത്തിലേക്ക് പോകണം. ആന കുളിക്കുന്ന കുളത്തിലേക്ക് പോകണം. ഭീമൻ വയല് ഹേ, ഭീമൻ വയൽ. ഹായ്, വാട്ട് എ ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്, എലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്. ഫാന്റാസ്റ്റിക്, എലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്. വൈക്കോലൊക്കെ റോളാക്കി വെച്ചിരിക്കുന്നു. വളഞ്ഞു പറയുന്നത് എന്തോ അല്ല, ഇവിടെയുണ്ട് ഒരു കുളം ആനയ്ക്ക് കുളിക്കാനുള്ളത്. എന്നെ വൃത്തിയിട്ട് ആന നോക്കി രാവിലെ കുളിക്കുകയാണെന്നേ.
കുളിയും പല്ലുതേപ്പൊന്നും ഇല്ലാതെ തോന്നുന്നു, ഒന്നിനെയും കാണുന്നില്ല. അങ്ങ് ദൂരെ മയിലുകളുണ്ട്, പക്ഷെ നമ്മൾ എത്ര സൂം ചെയ്തിട്ടും അതിനെ കാണുന്നില്ല. ഒന്നാമത്തെ കോട. ട്വിന്നിനെ കാണോ? ചിറ്റിന്റെ ട്വിന്ന് ഇതായിരിക്കുന്നു. ചിറ്റിന്റെ ട്വിന്ന് എന്റെ അമ്മോ എന്തോരോ നേരത്തെ അതോ ചാടി പോയിന്റെ എന്നാ സ്പീഡാ? സ്പീഡ് അത്ര ഇല്ല, എന്നാലും അതിന് നല്ല കൊമ്പുണ്ട്. അമ്മ പഠിച്ച കോളേജ് സെന്റ് മേരീസ് കോളേജ്, സുൽത്താൻ ബത്തേരി. ഇവിടെ ഇനി ഇങ്ങനത്തെ ഒരു ഇതൊരു ഡിസേബിൾഡ് ഏരിയ പാർക്കാണ്. ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ടൂറിസം ഏരിയ, ടൗൺ സ്ക്വയർ, സുൽത്താൻ ബത്തേരി. അപ്പൊ നമ്മളിത് ബത്തേരി ടൗണിലെത്തി. ഇതാണ് മുത്തങ്ങാക്കാട്. കാട്ടുവശത്ത് നിൽക്കുന്ന കുറേ കാട്ടുവശുക്കൾ. അവസാനം നമ്മൾ ആനനെ കണ്ടു. നമ്മൾ തിരിച്ചു വരുമ്പോ കാണാം, അല്ല വണ്ടി തിരിച്ചു വരുന്നവർക്ക് കാണാം. നമ്മള് 3-4 കണ്ടു, പക്ഷെ ചേർത്തായിരുന്നു. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ 3 ഒരുമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ ഞാൻ വിചാരിച്ചത് പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കുന്നതായിരിക്കുന്നു, അതുപോലെ. അത് തന്നെ, വേഗം പോവാ. ഇനി കുളിക്കൊന്നും വേണ്ട, ഇനി 8 മണി കഴിഞ്ഞിട്ടല്ലേ കുളിക്കാൻ വന്നത്. അതന്നെ, തീറ്റ തിന്നത്തെ ആനയാണ്. കുഞ്ഞച്ചാ പതുക്കെ പൊട്ടാ. കുഞ്ഞാച്ച വിടർത്ത് നേരം കാണുന്നുണ്ട്. അതാ നമ്മൾ ആലിക്കുന്നു. ആനേ ആന അവസാനം കണ്ടു പിടിച്ചു. അങ്ങനെ അവസാനം അത് സംഭവിച്ചു. ആനകൾ അതാണ് മുത്തങ്ങാക്കാട്ടിലെ ആന. ആ പുല്ല് പറിച്ചു പറഞ്ഞു. ആനയുടെ വിത്ത് സെൽഫി വിത്ത് ആന. അപ്പൊ നമ്മളിത് മുത്തങ്ങന്ന് ബത്തേരിയിലോട്ടെത്തി. ക്ലീൻ സിറ്റി ഓഫ് കേരള, കേരളയിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സിറ്റി എന്നുള്ള പേരുള്ള ബത്തേരിന്റെ ഹൃദയഭാഗത്ത് സൈഡിലൊന്നും മുട്ടായി കവർ പോലും. എന്താ സൈഡില് ചെടികളും നല്ലോണം പൂത്തുക്കുന്ന ചെടികൾ. ചെടിയെല്ലാം വെച്ചാൽ സെറ്റപ്പ് ആക്കി തന്നെ ക്ലീൻ വൃത്തിയിൽ കൊണ്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ 3 പുതിയ ആൾക്കാരും കൂടെ കയറി. അച്ഛന്റെ പെങ്ങൾ മർലേന്റിയും മർലേന്റിന്റെ പൊന്നവും ജൂജു, പൊന്നിന്റെ അനിയൻ ജൂജു. ജൂജു എന്തെങ്കിലും പറയണ? ഞങ്ങളെല്ലാം ഏകദേശം ഒരേ കളറാ. ഞങ്ങൾ ഇതായിട്ട് നടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് യെസ് ഭാരതിലാണ്. ഡ്രസ്സ് വാങ്ങാനായിട്ട് യെസ് ഭാരതിലാണുള്ളത്. അപ്പൊ നമ്മളിവിടെ ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പൊ സാന്റാക്ലാസ് എല്ലാം ഉണ്ട്. ജോജോ ഇതാരടാ? ഇതാരാ? ക്രിസ്മസ് ട്രീയാ? ആ നിക്കുന്ന ആരാ? സാന്റാക്ലാസ്. വാ, പുള്ളിക്കാരൻ ഭയങ്കര ഇംഗ്ലീഷുകാരനായി. അതന്നെ പറഞ്ഞാൽ തിരിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ ജൂജുവിന് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം. അപ്പൊ ഞങ്ങൾ അതാ ഞാൻ വെച്ച് ബാക്കി ഹോൾ ഫാമിലി ഇങ്ങോട്ട് വരുന്ന ഹോൾ ഫാമിലി ഇവിടെ കൊണ്ട്. അപ്പൊ അകത്തോട്ട് കയറിയപ്പോഴാണ് ഒരു സൂത്രം കണ്ടത്. ഇവിടുത്തെ പുൽക്കൂട്. This is a fish. റെഡിയാണോ ജുജു? രസമുണ്ടോ?
അപ്പൊ ഞങ്ങള് ക്രിസ്മസ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഉച്ചയായി. അപ്പൊ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. അച്ഛയുടെ വക ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പൊ അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പി ഞങ്ങൾ നടക്കുകയാണ്. എല്ലാവരും ഉണ്ട് മുന്നേ നടക്കുന്നു. വരിയായി താറാക്കൂട്ടങ്ങളുടെ കൂട്ട് പാർക്കിങ്ങിലേക്ക്. അപ്പൊ പാർക്കിംഗ് എത്തി. ഇനി ഞങ്ങൾ ലഞ്ച് ഡെസ്റ്റിനേഷൻ തപ്പി പോകുന്നതാണ്. അപ്പൊ നമ്മുടെ ലഞ്ച് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വിൽട്ടൺ റെസ്റ്റോറന്റ് ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കാണിക്കാൻ പറ്റില്ല. വിൽട്ടന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഇങ്ങനെ മുകളിലോട്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുക. ഈ സ്ഥലം എനിക്കും ചുറ്റിനും പൊന്നിനും ഒക്കെ നല്ല ഓർമ്മയുണ്ട്. കാരണം ഞങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ ടൂറിന് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഉച്ചക്കുള്ള ലഞ്ച് വീട്ടിൽ കഴിച്ചത്. അപ്പോൾ അവിടുന്ന് ചിക്കൻ ബിരിയാണി കഴിച്ച ഓർമ്മ എനിക്കുണ്ട്. അപ്പം ഞങ്ങൾ വിൽട്ടണിൽ കയറി സീറ്റെല്ലാം പിടിച്ചു. അന്നേരം ഇത് വന്നു. അപ്പോൾ അതാ പൊന്നൂനും ചിറ്റൂനും ജൂജുനും കിട്ടി. അതൊക്കെ ഈ പസിലാണ് കിട്ടിയത്. അത് ഫില്ല് ചെയ്യാനായിട്ട് കളർ പെൻസില്, ക്രയോണും കിട്ടി, വാക്സ് ക്രയോണും കിട്ടി. ആഹാ, എക്സ്ചേഞ്ച് ആണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജൂജു അവിടെ എന്തെല്ലാം പടം വരച്ചോണ്ടിരിക്കുന്നു. അതാണ് പസിന് കിട്ടാത്ത മിറ്റു. കുഞ്ഞച്ചൻ മെർലാൻഡി എവിടെയോ പോയത്, അവർ എത്തിയിട്ടില്ല. പൊന്നും ടിറ്റും ജൂജുവും അമ്മയും എല്ലാം അവിടെ ചിക്കൻ ബിരിയാണി ഞമക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ഫ്രൈഡ് റൈസും കൊണ്ടിരിക്കുന്നു. ഒരു സെറ്റ് തീർന്നതിന് ഇവിടെ ബാക്കിയും കൂടെ തീർക്കണം. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് സൂക്ഷിച്ചു കേട്ടോ. ഇപ്പൊ ഉള്ളത് പപ്പന്റെ അനിയന്റെ വീട്ടിലാണ്. തറവാട്. അപ്പൊ പപ്പന്റെ വീട്ടില് തറവാട്ടിലാണ് ഞങ്ങളിപ്പോ ഉള്ളത്. ഇവിടെ കുറച്ചു നേരം നിന്നിട്ട് അടുത്ത ഇവിടെ കുറെ സാധനങ്ങളുണ്ട്, കാണിച്ചു തരാം. വയനാട് ജില്ലയിലെ കാരാപ്പുഴ ഡാം. അപ്പുറത്തോട്ട് കേറി നല്ല വിശാലമായിട്ട് ഇതുവരെ തുറന്നിട്ടില്ല, അതുകൊണ്ട് അവിടെ കാണാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ ഒരു പബ്ലിക് അക്വേറിയം ഉണ്ട്. തുറന്നിട്ടുണ്ടോ, കാണാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പൊ അവസാനത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ കാരാപ്പുഴ ആയിരുന്നു. പക്ഷെ അവിടെ കയറാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിന്നിട്ടാണ് നമ്മളെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കാട്ടിക്കൂടെ എല്ലാം പോയി ആനേനെയും മഞ്ഞെല്ലാം കണ്ടു. പിന്നെ ഫുഡ് കഴിക്കലും അതും ഇതും. പിന്നെ കാരാപ്പുഴയായിരുന്നു നമ്മുടെ ഇത്. പക്ഷെ നടന്നില്ല. എങ്കിലും ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. പിന്നെ വ്ളോഗ് നമ്പർ 3 വയനാട്ടിലെ വ്ളോഗ് 3 ഇനി വരുന്നുണ്ട്. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനിയും ഇതുപോലത്തെ നല്ല തകർപ്പൻ വ്ളോഗ്സ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. Till then, stay home, stay safe, stay entertained with Smart Sis. Tata, thanks for watching.